ഇതെന്തിനാണ് ഇവിടെ പൈപ്പ് കൊണ്ട് താണിട്ട് പാടാ. സാധാരണ കിണറിന്ന് വെള്ളം എടുക്കലാന്ന്. ഇത് കിണറിലേക്ക് വെള്ളം ഒഴിക്കാനാ പൈപ്പ്? എടുക്ക സാധനം എടുക്ക്. സാധനം എടുക്ക്. അതെ, അച്ചക്കം വരണതിന്റെ 2 അടിച്ചിട്ട് ഊണ് കഴിച്ചിട്ട് ഉറങ്ങണം. എന്നിട്ട് എണീറ്റിട്ട് ഫിറ്റ് ഉണ്ടാവരുത്. അവൻ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ എന്നെ കൊല്ലവൻ. സോട്ടാ ഇതാ ഡോക്ടർ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഫാറ്റി ലിവർ സ്റ്റേജ് 3 ഇനി കഴിച്ചാൽ അസുഖം പറയാവും. ഇന്ന് ലാസ്റ്റ് കുടി. എനിക്ക് കുടിക്കൂലെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇനി കൂട്ടുന്നത്. ഇല്ല ലാസ്റ്റ് ഞാൻ തൊടില്ലേ. വേണ്ട ചേട്ടാ, നമുക്കത് പറ്റില്ല. സുഹൃത്തിനെ ഇങ്ങനെ കാണും. 1 കൊല്ലം കൂടി കാണണം. പിന്നെ ഞാൻ ഇല്ല, ഞാൻ ഗൾഫ് പോകുമല്ലോ. നമുക്ക് കാണുകയില്ല. മതി, വെള്ളം കുറച്ച് മതി. അല്ല, വെള്ളം നന്നായി കഴിച്ചോ, ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ വരും. വെള്ളം ഒഴിക്കട്ടെ? ഒഴിച്ചോ, മതി മതി, അത്ര മതി. പിന്നെ ഇതാ സുഖേട്ടാ, അസുഖം സീരിയസ് ആണ്, മരിക്കുന്നാന്ന് പറഞ്ഞു. അപ്പൊ നോക്കണം. സത്യം ഇത് ലാസ്റ്റ്. ഇനി ഞാൻ കഴിക്കില്ല. സുഖേട്ടന്റെ അവസാനത്തെ ഒരുത്തങ്ങട്ട് തണ്ട. എന്താ ചെയ്തേട്ടാ? ഇതെന്താ കിണറ്റ് ഭാഗത്ത് മോട്ടർ വെള്ളം എടുക്കണില്ല, അത് നോക്കാൻ വേണ്ടിട്ട്. വേറെന്താ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ ശരി ശരി ശരി. അതെ, അയാളെങ്ങാനും മുമ്പപ്പെട്ടാണ്ടല്ല പിന്നെ പൂവില്ലടാ. ഒരു തുള്ളി ഞാൻ കൊടുക്കൂല. കൊടുക്കല്ല ആരും. അയാളെ അറിഞ്ഞു കഴിഞ്ഞാണല്ലോ ആകാശവാണിയാ. അല്ല, അപ്പുറത്തൂടെ പോന്ന ഇപ്പൊ ഇത് ഇവിടെ തടസ്സമാണല്ലോ. അല്ല, എന്തിനിപ്പോ വയ്യാത്തോടത്ത് ഇപ്പൊ ഇങ്ങടൊക്കെ വന്നത്? ഇതൊക്കെ ഉണ്ടല്ലോ, എന്റെ ഒരു പ്രായത്തില് ഒറ്റ ചാട്ടത്തിന് നടന്നിരുന്ന ആളാ ഞാൻ. ഇപ്പൊ വഹിക്കില്ല എന്നുള്ളത് കുഴപ്പമില്ല, ഞാൻ അപ്പുറത്ത് കൂടെ വരാം. അല്ല, വേണമെന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കണേ. ഇങ്ങോട്ട് വരുന്നത് എന്തപ്പണ്ടായി? കെന്റിലേ മോട്ടർ എടുക്കണില്ല, അതാണ്. ശരി, ആ മോട്ടർ ഏതെങ്കിലും പൊക്കാൻ വന്ന ആളെ കൊണ്ട് എടുപ്പിച്ചാ മതിയല്ലോ. അതെ മതി. വല്ല കാറിൽ എന്തെങ്കിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലേ എന്തായാലും ചെയ്യണം. വെള്ളമൊക്കെ ഉണ്ട്, നിറയെ വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഉണ്ടല്ലോ. പിന്നെ അല്ല എന്റെ ശീതലേട്ടാ, നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്തിനാ പുറത്തിറങ്ങി നടക്കണ? വീട്ടിലിരുന്നാ പോരെ? എന്തല്ലാണ്ട് ചെയ്യാ, വീട്ടിലിരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നേരം വെക്കുമ്പോ സത്യനും ഭാര്യയും കൊടുത്ത് അങ്ങോട്ട് ജോലിക്ക് ഇറങ്ങും. ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീടിനകത്ത് ഒറ്റയ്ക്ക് ഒരാളിങ്ങനെ ഈച്ചാനാട്ടിട്ട് ടി വി ഉണ്ടല്ലോ, ടി വി കണ്ടിരിക്കാലോ. സീരിയല് അതൊന്നും കാണാൻ പറ്റില്ല. അതിങ്ങനെ അവരുടെയും പരദൂഷണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ. ഈ കുട്ടി എന്റെ അല്ലാതെ അവന്റെ ആണ്, മറ്റോളാണ് ആദ്യം പ്രേമിച്ചത്. ന്യൂസ് ഉണ്ടല്ലോ, വാർത്തകൾ കാണാലോ. വാർത്ത എന്നാ പിന്നെയും ഭേദം സീരിയലാ. എന്താ അതിന്റെ സ്ഥിതി? അതിങ്ങോട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങോട്ട് പെരുപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞ ഒരാളുടെ കാലിന്റെ മുകളിൽ ഒരു ആണി കുത്തിയാ മതി. കാലിന്റെ മുകളിൽ ആണി കുത്തിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അത് പിന്നെ കീറിയിട്ട് പിന്നെ പഴുപ്പുണ്ടായോ ഉണ്ടായില്ലേ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇതൊക്കെ ചോദിക്കുക. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ചർച്ചയും. അല്ല, ടി വി കാണണ്ട, കടന്നുറങ്ങിക്കൂടെ? അല്ല, അതൊക്കെ ശരി തന്നെയാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ്. പിന്നെപ്പോ ഉറങ്ങാന്ന് പറഞ്ഞല്ലോ പകലേ. എന്താ സ്ഥിതി എന്നറിയോ? സുഖാനക്ക് ഉറങ്ങാന്ന് പറഞ്ഞ പകലത്താ ഞാൻ കിടന്നുറങ്ങ, പിന്നെ ഒരു പോള കണ്ണടക്കില്ല രാത്രിയേ. അപ്പൊ അതും വയ്ക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ അത് ഉറങ്ങി വെച്ച തലവേദനയും. അതെ, മറ്റുള്ളവർക്ക് ഇപ്പൊ തലവേദന. അതാണ് ഇപ്പോഴത്തെ ഓരോരോ കാലങ്ങളെ. മഴ വരുന്നുണ്ട്, നല്ല ഇടിമഴയും വരുന്നുണ്ട്. ശരി തന്നെ, എല്ലാ കാലാവസ്ഥ ഒക്കെ ഇപ്പൊ വിചാരിച്ച മാതിരിയല്ലേ. അല്ല, അതല്ല, ഈ മഴ കൊള്ളണ്ട, അങ്ങോട്ട് നേരത്തെ വീട്ടിൽ പൊക്കോളൂ. ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി എന്താ പറയണെന്ന് വെച്ചാൽ, കാലാവസ്ഥാ നിരീക്ഷകര് പറയണത് 2 മാസം അപ്പുറത്തേക്കായിട്ട് ഞാറ്റുവേലൊക്കെ ഇപ്പോ 2 മാസം അപ്പുറത്തേക്കായി. അപ്പൊ എന്താ ഈ കൃഷിയുടെ സ്ഥിതി?
താറുമാറായില്ലേ? പൊക്കോളൂ, ഞങ്ങള് പോവാണ് അങ്ങടെ. ആ എന്നപ്പോ നിങ്ങള് പോവേ. ഞാനിപ്പോയി കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് പോയാലോ എന്ന് ആലോചിക്ക. അല്ലേ മഴ പെയ്യും, സീതളേട്ടൻ അങ്ങോട്ട് പൊക്കോളൂ. ഇനി മഴയൊക്കെ കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും വീണാ സത്യം വന്ന് ചോദിച്ചാ ഞങ്ങളെ ചീത്ത പറയാ. അതാണേ. അത് ശരിയാ. ഇപ്പൊ നിങ്ങൾ ചീത്തയാക്കണ്ട, ഞാൻ കണ്ടൂന്നൊന്നും പറയണ്ട കേട്ടോ. ഇല്ല ഇല്ല പൊക്കോളൂ. പിന്നെ വൈകുന്നേരം ചീത്തയാക്കണ്ട വരും. അതെ അതാണ്. അതാണിപ്പോ. ഇതിപ്പോ ഇവിടെ അങ്ങനെ കെട്ടിവെച്ചേക്കാണല്ലോ അല്ലേ? അതേ കളക്കാൻ പറ്റില്ല. അപ്പുറത്ത് കൂടെ അല്ല അതേനെ ചാടി കളക്കാൻ പറ്റില്ല. അതെ അതെ അങ്ങനെ പോവാ. വീഴണ്ടേ അങ്ങനെ. ഉണ്ണേ എന്നാ ശരി, പണിയുണ്ട്, ഞാൻ വിളിക്കാട്ടോ. സത്യനോട് പറഞ്ഞിട്ടേ, സത്യനോട് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം. വേറൊന്നുമില്ലല്ലോ. മഴ മഴ നല്ല മഴ പെയ്യും തോന്നുന്നുണ്ട് അല്ലേ? മഴ ആയിക്കോട്ടെ. നല്ല മഴ. എന്നാ ശരി കേട്ടോ. എന്താ ചെയ്യാ, മനുഷ്യന്മാരോരവസ്ഥകള് ഒരു ദിവസം തള്ളി നീക്കാം. പിന്നെ എന്താ വീണോ? ഇല്ല. എന്താ പറയാ? ഒന്നുമില്ല, പിന്നെ പറയാ. എന്നാ ശരി കേട്ടോ. എന്താ ചെയ്യാ ഓരോ കാര്യങ്ങള്. ദൈവം കാക്കട്ടെ. വീട്ടുകാർ വരട്ട് ചോദിച്ചോ. ശീതളേട്ടൻ ഇവിടെ എത്തിയോ? ഞാൻ അങ്ങനെ അല്ലടാ, നീ ചോറ് കൊണ്ടുപോയതല്ലേ വൈകുന്നേരം വരെ പറഞ്ഞിട്ട്? പിന്നെന്താ ഉച്ചക്ക് എന്റെ അടുത്ത് എന്തായിരുന്നു പരിപാടി? ഏത് കിണറ്? നമ്മളെ എന്ത് പരിപാടി? ഉണ്ണി എന്താ അവിടെ? ഉണ്ണിക്ക് എന്തായിരുന്നു അവിടെ പരിപാടി? ഉണ്ണിക്ക് മോട്ടർ നമ്മൾ എടുക്കണില്ലല്ലോ, വെള്ളം എടുക്കണില്ല. അപ്പൊ അത് നോക്കാൻ. ഉണ്ണി മോട്ടറിന്റെ പരിപാടി തുടങ്ങിയോ? അല്ല, കിണറിന്ന് മോട്ടർ എടുക്കണല്ലോ. ഉണ്ണി ഒറ്റയ്ക്ക്? ഞാനും. നിങ്ങൾക്ക് എടുക്കാനുള്ള ആവതുണ്ടോ ആ മോട്ടർ? രണ്ടാളും കൂടി. എന്ത് എത്ര അടിച്ചു നിങ്ങള്? അത് മോട്ടർ അടിക്കാൻ പറ്റിയില്ല. മോട്ടറിന്റെ കാര്യമല്ല, നിങ്ങൾ എത്ര അടിച്ചോ? ഉണ്ണി 6 അടിച്ചു. ഉണ്ണിയല്ല എന്റെ അച്ഛൻ, നിങ്ങളെ എന്റെ അച്ഛൻ. എത്ര അടിച്ചു? സ്വരൂപേ, ഞാൻ അങ്ങടെ എത്ര അടിച്ചൂന്ന് ആൾക്കാർ കേൾക്കുന്നതിനൊക്കെ മാനമുണ്ട്. എത്ര അടിച്ചു? ഉണ്ണി 6. ഉണ്ണി കേൾക്കുന്നില്ല. ഉണ്ണി 6 അടിച്ചു. ഉണ്ണി 6 അടിച്ചു. നിങ്ങൾ എത്ര അടിച്ചു? 4. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് എന്താ അസുഖം? നിങ്ങൾക്ക് എന്താ അസുഖം? നിങ്ങൾക്ക് ബോധമുണ്ടോ നിങ്ങൾ അസുഖത്തിനെ കുറിച്ചിട്ട്? ലിവറിന്റെ. എന്ത് കുടിച്ചാ നിങ്ങൾക്ക് ലിവറിന്റെ പ്രശ്നം വന്നേ? മദ്യം. ഇന്നെന്താ കുടിച്ചേ? ലാസ്റ്റ് നിർത്തി. ഇത് എത്രാമത്തെ ലാസ്റ്റാ? ഏറ്റവും ഒടുക്കത്തെ ലാസ്റ്റോ? നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കാരണം നിങ്ങൾ ഇവിടത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം കുടിച്ച് തീർത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ലിവറിന് കംപ്ലൈന്റ് ആരാ പൈസ കൊടുക്കാനുള്ള ഇവിടെ? നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അച്ഛാ, ഉണ്ടാക്കി വെച്ചതെല്ലാം കൊണ്ട് കളഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾ കുടിച്ചിട്ട്. ആ ബോധം നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ല, ഇനിയും വന്നിട്ടില്ലെങ്കിണ്ടല്ലോ. സത്യല്ലടാ അവിടെ? എന്താ ഹരിയോ? അച്ഛനെ വിളിക്കുക, അച്ഛനോട് പറയാ. അല്ല, എന്നോട് പറഞ്ഞ, ഞാൻ അച്ഛനോട് പറഞ്ഞ. എന്റെ അച്ഛൻ എന്താ ചെയ്യണ അവിടെ? അല്ല, അച്ഛൻ സൂം മീറ്റിംഗിലാ. സൂം മീറ്റിംഗാ? ഓൺലൈൻ മീറ്റിംഗ്. അതുകൊണ്ട് എന്തേലും സിമ്പിൾ കാര്യമാണെങ്കിൽ എനിക്ക് ഡീൽ ചെയ്യാലോ. ഇതങ്ങനെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. നീ പോയി വിളിച്ചിട്ട് വേണം. അല്ല, ഇത് ചെറുതും ഏറ്റവും മൂത്തും ഒക്കെ കണക്കാണല്ലോ.
ആ എന്താ സോടാ എന്താണ് അച്ഛനെവിടെ? അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? ഉറങ്ങല്ലേ? ഉറങ്ങല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ അച്ഛന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണട്ടോ എനിക്ക്. എന്തൊറ്റി? അച്ഛൻ നാട് മുഴുവൻ നടന്നിട്ട് എല്ലാവരും വെറുപ്പിച്ചിട്ട് ഒരു സമാധാനം ഇല്ല. നീ അതിപ്പോ ഒന്ന് സഹിക്കല്ല, വേറെ മാർഗമൊന്നുമില്ല, വയസ്സായ ആൾക്കാരല്ലേ. എന്ത് സഹിക്കണെന്ന്? രാവിലെ നേരം വിളിച്ചാൽ എന്റെ വീട്ടിൽ വരും, ഒരു 5-6 പ്രാവശ്യം വരും. എന്തേലും ഒരു കാര്യത്തിന് ഇന്ന് അപ്പൊ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മൂപ്പര് ദേഷ്യപ്പെടും. എന്റെ പൊന്നു സുഖേട്ടാ, അങ്ങനെ പിടിച്ച് നീ കെട്ടിടാൻ പറ്റും ഞങ്ങൾക്ക് ഇല്ലല്ലോ. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ട് പെങ്ങളെ, ഞാനിപ്പോ എന്റെ അവസ്ഥ അറിയാലോ, ഞാനും ആരും അറിയാണ്ട് രഹസ്യമായിട്ട് ഒരു 1-2 അടിക്കും. ഇത് മൂപ്പര് മറിഞ്ഞ് ഇന്ന് കണ്ട് ഞാൻ കണ്ടുക്ക് ശരിയാ, കുട്ടികൾ എന്തെങ്കിലും ചെയ്തോണ്ട് പോയാൽ പോരെ. നേരെ ചെന്നിട്ട് എന്റെ മകൻ സ്വരൂപിനോട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എനിക്ക് കേൾക്കാത്തൊന്നുമില്ലേ. അല്ല, എന്തിനിപ്പോ അതിനൊക്കെ നിൽക്കേണ്ട ആവശ്യം? അവനവന്റെ കാര്യം നോക്കി വീട്ടിലിരുന്നാ പോരെ. അല്ല, അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം നിങ്ങള്. അതിപ്പോ എന്താ ചെയ്യാ, ഞങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് ഞങ്ങൾക്ക് 2 പേർക്ക് രാവിലെ ജോലിക്ക് പോകണം, വൈകുന്നേരം ആവും ഞങ്ങൾ എത്താൻ. അല്ല, അതെന്താ അറിയോ, മുണ്ടി പറയാൻ ആരും ഇല്ലാഞ്ഞിട്ടാണേ. നിങ്ങൾ ഒരാള് ജോലി രാജിവെക്ക്. എന്ത് പറയണേ? അതൊക്കെ എങ്ങനെ നടക്കണം സുഖേട്ടാ? അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പുറത്തു പോകാണ്ടിരിക്കാൻ ഒരു വഴിയുള്ളൂ. അല്ല, എനിക്ക് തോന്നിയൊരു വഴിയാണ്, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ചെയ്തോക്ക്, ചിലപ്പോൾ രക്ഷപ്പെടും. എന്ത് വഴി? അച്ഛനൊരു ഫോൺ മേടിച്ചു കൊടുക്ക്. ഫോണോ? ഫോൺ അച്ഛനുണ്ട്. അതിങ്ങനെ കുത്തിയിട്ട് വെറുതെ വിളിക്കണ ഫോണല്ലേ, അതല്ല. ഇപ്പോഴത്തെ ഫോൺ ഉണ്ടല്ലോ, സ്മാർട്ട് ഫോൺ, അതൊരെണ്ണം മേടിച്ചു കൊടുക്കും. സ്മാർട്ട് ഫോൺ അതൊന്നും അച്ഛന് ശരിയാവില്ല. ഞാൻ ആലോചിച്ചു, സത്യം അതെന്തറിയോ, ഇപ്പോഴത്തെ കാലല്ലേ, അതിൽ ഫേസ്ബുക്കും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരോട് ചാറ്റ് ചെയ്തിട്ടും സംസാരിച്ചിട്ടൊക്കെ സമയം പോവും. പിന്നെ എന്തൊക്കെ കാണാണ്ട്, പിന്നെ അച്ഛൻ പുറത്തിറങ്ങില്ല, ആ ഫോണിന്റെ അടുത്ത് തന്നെ ആവും. സീതളേട്ടന് സത്യം ഫോൺ മേടിച്ചു കൊടുത്താ പിന്നെ അടാ, അതിന്റെ ഗുണം ഒന്ന് കാണും ചെയ്തേ. ഇല്ലെങ്കിൽ നേരെ വിളിച്ച ഈ നേരത്തിന്റെ ഉള്ളിൽ ആ മതിലിന്റെ മുകളിൽ നിങ്ങൾ എത്തി നോക്കിയിട്ട് ഒരു 3-4 പ്രാവശ്യങ്ങളിൽ പറ പറഞ്ഞോണ്ടിരിക്കും. ഇന്ന് കണ്ടിട്ടില്ല. നന്നായി. ഇതിനൊക്കെ വൈകി വന്ന വസന്തം എന്നെല്ലാം പറയില്ലേ, അന്നേ മേടിച്ചു കൊടുക്കണ്ടേ, നമുക്ക് ചൊറയുണ്ടേറ്റാ. ഈ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അഡിക്റ്റ് ആവേ, പിന്നെ ഭൂമി കുലുങ്ങിയാലും അറിയില്ല. അതെ, അല്ല ഒരു കാര്യം നന്നായത് അത് കാണാത്ത. അല്ലെങ്കിൽ ഉത്തരം പറയാൻ വേണ്ടി ഞാനൊക്കെ പറ്റുമോ? എന്തെല്ലാം ചോദിക്കുന്നു. പ്രായമുള്ള ആളല്ലേ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ? എങ്ങനെ പറയാൻ പറ്റില്ല? മാത്രം ഇങ്ങോട്ട് വരുന്നത് എന്താ കുളിക്കാറങ്ങ? കുളത്തില് പിന്നെ കുളിക്കാനല്ലാണ്ട് എന്തിനാ വരിക? അല്ല, ഇറങ്ങാൻ പറ്റേ, കുളിക്കാറങ്ങാച്ച ഇറങ്ങാൻ പറ്റേ. എന്തേ? അല്ല, ഒരു കാര്യം ചോദിക്കാനേ. ഇത് എന്തിനിപ്പോ ഇങ്ങോട്ട് വരുന്നേ? അല്ല, ഒരു കാര്യണ്ടേ, ഒരു കാര്യണ്ട്. അറിഞ്ഞു. അല്ല, പിന്നെ ഈ ഫോണ് കിട്ടിയ സ്ഥിതിക്ക് അത് വീട്ടിലിരുന്നിട്ട് നോക്കിയപ്പോ എന്തിനീ വയ്യാത്തോടത്തും കിടക്കണേ? നീയേ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇങ്ങോട്ട് വാ. അല്ല, എനിക്ക് കുളിച്ചിട്ട് പോണേ മോന്റെ അടുത്തേക്ക്. അതെ, സീതേട്ടാ, എനിക്ക് കുളിച്ചിട്ട് 10 മണിയാകുമ്പോഴേക്കായിട്ട് പോണം. മോൻ അവിടെ കാത്തുട്ടാവുള്ളേ. എന്താ കാര്യം എന്നറിയോ? ഇപ്പോ സത്യനോടൊരു കാര്യം ചോദിച്ചാലും മണ്ടുവിനോട് ചോദിച്ചാലും അവർക്ക് ഇതൊന്നും പറഞ്ഞുതരാൻ നേരമില്ല. അല്ല, എനിക്ക് നേരില്ല. അല്ല, നീ ഇതൊന്നും നോക്കിയ നിനക്ക് പെട്ടെന്ന് പറഞ്ഞുതരാൻ കിട്ടും. ഇവിടെ ഇത് ചോദിക്കട്ടെ, അവ എന്താ വേറെ എന്തൊക്കെയാ പറഞ്ഞത്? വാട്സപ്പില്ലേ, വാട്സപ്പ്. ഈ വാട്സപ്പിലെ ഈ നമ്മള് ഈ വർത്താനം ഫോൺ ചെയ്യണ പോലെ വർത്താനം പറയില്ലേ, എന്നിട്ട് അത് അയക്കൂലോ. അപ്പൊ അതിനിപ്പോ എന്താ ചെയ്യാ? വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഇത് ആർക്കും വേണ്ടിട്ട് അതിലങ്ങോട്ട് കുത്തുക. അപ്പൊ അടിയിൽ ഇതാ ഒരു മൈക്കിന്റെ പോലെ കണ്ട, അതിൽ കുത്തിയിട്ട് ഇങ്ങനെ സംസാരിച്ചാണ്ട് വിട്ടാ. ഞാനേ ഇത് ഓർമ്മ ഉണ്ടായിരുന്നു, മറന്നതാ. ശരി. അപ്പൊ ഇതാണ് അല്ലേ? ആയിക്കോട്ടെ. ഇതിലേ അതെ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടേ, അതാണ്. അല്ല, ഇതും കൂടി മതി. ഈ വാട്സപ്പില് നമ്മള് ഇത് എഴുതില്ലേ, നമ്മള് എഴുതി വിടുമല്ലോ, അതിലടിക്കുക. അപ്പൊ അതങ്ങനെ ലെറ്റർ വരും, അതിലടിച്ച് മതി. അതുകൊണ്ട് അങ്ങനെ, അതല്ലാതെ മലയാളത്തിൽ വേണം. മലയാളത്തിൽ ഇത് അവിടെ മാന്ന് കണ്ട, അതിലടിച്ചാൽ പിന്നെ അടിക്കണമൊക്കെ മലയാള അക്ഷരമായിട്ട് വരും. അടിച്ചോടത്തായി പഠിച്ചാൽ മതി. എല്ലാം ഒറ്റ അടിക്കൊന്നും പറ്റില്ലേ. പിന്നെ അതുപോലെ വേറൊരു കാര്യം. എന്ത്? ഈ നമ്മള് വാട്സപ്പില് ഫോട്ടോ എടുക്കുമല്ലോ, അപ്പൊ ആ ഫോട്ടോ എടുത്തിട്ട് നമ്മള് വേറെ ആൾക്ക് അയക്കണം. അതിപ്പോ എങ്ങനെയപ്പോ അത്?
അതൊന്ന് കാണിച്ചാൽ ഈ എഴുതിയതല്ലാണ്ടേ ഇതൊന്ന് നോക്ക്. എന്റെ ശീതളേട്ട ആ ഫോട്ടോ എടുത്തില്ലേ, അത് ഗാലറിയിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിടുക. അങ്ങനെ ഒക്കെ പോയിണ്ടാവും. ഇനി ഇതൊക്കെ പഠിക്കും, പണിയുണ്ട് എനിക്ക് പോണ. അതാണ് വിളിച്ചോ. ആയിക്കോട്ടെ. അപ്പൊ എന്നാ ഞാൻ അങ്ങനെ ഞാൻ നീട്ടെന്നാ. ശരി. പിന്നെ ഈ ഇതിലെ ഫേസ്ബുക്കിൽ ഫോട്ടോ മാറ്റണമെന്ന് പിന്നെ കാണിച്ചായിരുന്നു കേട്ടോ. പിന്നെ കാണിച്ചാ അല്ല ഇപ്പൊ എന്താ ചെയ്യാ, ഇപ്പൊ നേരല്ലല്ലോ, ആർക്കും നേരല്ല. അതപ്പ ഉണ്ടായത്. ഒരു ഫോട്ടോ എടുക്കല് ഇപ്പൊ എങ്ങനെയാപ്പത്? എന്റെ ഒരു ഫോട്ടോ അങ്ങനെ എടുത്താലേ ഫോട്ടോ ഇതിനിപ്പോ അയക്കണത് എങ്ങനെയാന്ന് നോക്കട്ടെ. കുളങ്ങര കുടുംബത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, കുളങ്ങര കുടുംബത്തിലെ പെൺകുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ ഒരു ശ്രദ്ധ ഉള്ളത് നല്ലതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എന്താ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, വെറുതെ വേണ്ടാത്ത പണികൾ ചെയ്തിട്ട്. പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാർന്നവര് എന്നുള്ള നിലയ്ക്ക് ആദ്യം എന്നെ അറിയിക്കാൻ നോക്കണം. അസലായി. അച്ഛന്റെ ശല്യം കാരണം എല്ലാവരും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോവാ. പിന്നെ അല്ലാതെ ഫോണ് ഫുള്ളാവില്ലേ ഈ ഓഡിയോയും ഗുഡ് മോർണിംഗും. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മുടെ കുടുംബത്തിലെല്ലാവരും മധുരക്കിഴങ്ങ് കിട്ടിയാ മേടിച്ച് കഴിച്ചോ. അത് കൊളസ്ട്രോളിന് എല്ലാത്തിനും നല്ലതാന്ന് പറയണു. വൈറ്റമിൻ എ അത് അതില് ധാരാളമുണ്ട് അത്രേ കേട്ടോ. അപ്പൊ അത് നല്ലതാണ്. അതെ അതെ, അതുകൂടെ വന്നപ്പോ പൂർത്തിയായി. കേട്ടോ ഇതെന്താ അച്ഛൻ ഇതൊക്കെ എവിടുന്ന് കിട്ടണേ? അച്ഛാ, ഇതെന്താ ഫോണിൽ കാണിച്ചോണ്ടിരിക്കണേ? എന്തേ എന്താ ഫോണിൽ ചെയ്തോണ്ടിരിക്കണത്? നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കേ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അതില് നല്ല ഉപദേശങ്ങൾ ഓരോന്ന് അയക്കുക. നല്ല ഉപദേശം. അതെ, ആ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ആ ഫോട്ടോ ഒക്കെ വന്നത്? ആ പെണ്ണുങ്ങളുടെ ഒക്കെ ഏത് പെണ്ണുങ്ങളുടെ എനിക്കറിയില്ല. അതെ, എന്താ സംഗതി? ഇതെങ്ങനെ ഈ ഫേസ്ബുക്കിൽ എങ്ങനെ ഈ പെണ്ണുങ്ങളുടെ ഫോട്ടോ വരണത്? ഏത് പെണ്ണുങ്ങളുടെ ഏത് പെണ്ണുങ്ങളുടെ എനിക്കറിയാം. എന്റെ അച്ഛൻ അങ്ങോട്ട് നോക്കിയേ, എന്താ സംഭവം? ഇത് കണ്ട, ഇത് അച്ഛന്റെ ഫേസ്ബുക്ക് അല്ലേ? അല്ലേ? എന്താ എന്റെ ഫോണിലതാരട്ടെ ഒരു അച്ഛന് കാണിച്ചു കൊടുക്കണ ഫോട്ടോ നീ ഇതിപ്പോ അച്ഛ, ഇത് നാട്ടിലുള്ള എല്ലാ ആളുകളും കണ്ടു, ലോകത്തുള്ളൊരു മൊത്തം അത് കണ്ടിട്ടുണ്ടാവും. ആ, അപ്പൊ എന്തിനതൊക്കെ ആവശ്യമില്ലാത്ത ഷെയർ ചെയ്യണത്? എനിക്ക് ഈ നേരത്ത് വന്നാലും സത്യം ഉണ്ടാവുള്ളേ. സത്യനോട് പറയണം, അല്ലാണ്ട് തോന്നിയ ദിവസം കളിക്കാനുള്ള.
സത്യ ആ ഞാൻ ഇതിനേക്കാൾ ചെറുപ്പത്തില് ഷെയർ ചോദിച്ചിട്ട് ഒരു ചേർച്ചില്ല. ആ അതെ ആരാത്? എന്താത്? ആ എന്താ സോട്ടാ എവിടെ എന്റെ അച്ഛനെവിടെ? അച്ഛൻ്റെ കൂടെ ഉണ്ട്. ആ എന്ത് പണിയാ സീതലട്ടങ്ങൾ കാണിച്ചു? എന്നാ ഈ നേരത്തെ ഈ ഫോണിലും മാതിരി ഇതൊക്കെ കാണിക്കാൻ പാടും. എന്തേ? അതന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞോണ്ടിരുന്നേ. എല്ലാവർക്കും ഈ കാര്യം തന്നെ പറയാനുള്ളൂ. പിന്നെ ഇത് നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേ? പുറത്തിറങ്ങി നടക്കാൻ പറ്റും ആൾക്കാർക്ക്? ഒന്നും ഇപ്പൊ അത്ര വലിയ കാര്യമല്ല. കാര്യം തന്നെ എന്ത് ഷെഡിട്ട് നടക്കണ വലിയ കാര്യമില്ലെന്നോ? എന്ത് ഷെഡ്? ഒന്നാമത് ഞങ്ങളുടെ ഒരു ഫോട്ടോ വിടുമ്പോ ഞങ്ങളോട് ചോദിക്കണ്ടേ? നാളെ തോന്നിയാസം കാണിക്കാം. ആരെ ഷെഡിൽ ഫോട്ടോ കൊടുത്തത്? ആരും വിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കണ നോക്കി. എന്റെ അച്ഛന്റെ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് നോക്ക്. എന്താ പറയണേ? ഞാൻ കാണിച്ചാൽ ഇങ്ങോട്ട് നോക്ക്. നീ നോക്ക്. എന്താ പറയണേ? എന്തൊക്കെയറിയില്ല അച്ഛാ. നോക്ക് നോക്ക്. ഞങ്ങൾ കുളിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളോട് ചോദിക്കാണ്ട് മൂപ്പര് സ്റ്റാറ്റസിൽ ഇട്ടിരിക്കുക. എന്താ ആരെവിടെ ഇട്ടെന്ന് പറയണേ? ഞാൻ ഫോട്ടോ എടുത്തവൻ കുളിക്കണ നേരത്തെ എടുത്ത ഫോട്ടോ അവനെ ഞാൻ വാട്സപ്പിൽ ഒന്ന് അയച്ചു കൊടുത്തു. എനിക്ക് വാട്സപ്പിൽ അയച്ചാൽ എങ്ങനെ ഈ സ്റ്റാറ്റസിൽ വരിക? നാട്ടുകാർ മുഴുവൻ കളിയാക്കുക. ഓരോരുത്തർ കണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത്. എന്താ സ്റ്റാറ്റസ്? ആരുടെ സ്റ്റാറ്റസ്? ഞാൻ എന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഒരെണ്ണ ചെയ്തത്. ഒന്നാമത് അറിയാത്ത പണിക്ക് നിൽക്കുന്നത്. എന്തിനാണ് അച്ഛൻ വെറുതെ ഈ ഫോട്ടോ എടുക്കാനൊക്കെ പോയത്? എന്റെ സത്യം ഞാനിതൊന്നും ഞാൻ ചെയ്തു നോക്കിയതാണ്. ഫോട്ടോ എടുക്കുമ്പോ എന്നെ ഒഴിവാക്കായിരുന്നു നിങ്ങൾക്ക്. ഇതൊന്നും മനസ്സിലാവില്ല എന്തൊക്കെ പറയണം. അതാണ് ഇതിൽ സൂക്ഷിച്ച് ചെയ്യണം കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. സത്യ ഒരു കാര്യം ഞാൻ പറയാം. ഫോൺ മേടിച്ചു കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ പെരുമാറ്റം പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ഒരാൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കാൻ. സുഖേട്ടാ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിത് വാങ്ങിച്ചു കൊടുത്തത്? മേടിച്ചു കൊടുത്തത് കുഴപ്പമില്ലെന്ന്, പക്ഷെ അത് അറിയണ പോലെ പറഞ്ഞു കൊടുക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല എന്റെ സുഖത. ഞാൻ നിനക്കൊരു ഫോട്ടോ അയച്ചാണ്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാന്ന്. ചെയ്യേ സച്ചേട്ടാ എന്റെ ലൈഫ് നിങ്ങൾ അച്ഛൻ കളഞ്ഞത്. നാട്ടിൽ നിന്ന് ആ പെണ്ണ് കിട്ടുന്നില്ല. അവസരം കൊടകുന്ന പെണ്ണ് സെറ്റായി. കഴിഞ്ഞ ആഴ്ച നിശ്ചയം കഴിഞ്ഞു. പൈസ അങ്ങോട്ട് കൊടുത്തു. അടുത്ത മാസം കല്യാണം. ഇത് കൊടകിലെത്തി. തുണി വെച്ചിട്ടിരിക്കുന്നവരെ നമുക്ക് വേണ്ടാത്. ശരിയല്ലേ? അത് അവരൊരു കാരണം പറഞ്ഞതാ. എന്നെ കൊണ്ട് പറയണ തിരിച്ചു പോയ ഭാഷ അറിയില്ല. ഡിലീറ്റ് ചെയ്തോ? തല്ലെ കൊല്ലേ വേണ്ട. ആരെ? എന്നെ സത്യ അച്ഛൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് അച്ഛൻ്റെ റൂമിലൊക്കെ ഇട്ട് പൂട്ട്. മനുഷ്യന്റെ മാനം കളഞ്ഞിട്ട് ഷെഡിട്ട് നടക്കുന്ന ഫോട്ടോ കണ്ട് ഓരോരുത്തർ കളിയൊക്കെ ഉറക്കം വരണ്ടേ? കണ്ടറ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ലിവറാ. അതും പറ്റില്ലേ? സമാധാനം കളയാൻ വേണ്ടിട്ട് ഓരോന്ന് പുറപ്പെട്ടെ. എന്റെ ഫോണങ്ങോട്ട് കാട്ടെ. ആ ഫോണങ്ങോട്ട് കാട്ടെ. ഇനി ആർക്കും ഒരു ശല്യവും വേണ്ട. ആർക്കും വേണ്ട ഒരു ശല്യം. ഇനി എന്താ ചെയ്യാ? എനിക്ക് അറിഞ്ഞൂടാ. ശിവബ്രോ നമസ്കാരം. നമസ്കാരം. അതെ രാവിലെ മുതൽ ഇരിക്കണ ഞാൻ ഇവിടെ. കുഴപ്പമില്ല ഇതിലാവട്ടെ. ഞങ്ങള് രാവിലെ ഒന്ന് ആലപ്പുഴ പോയി. ആലപ്പുഴ പോയി, അതുകൊണ്ടാ ചെറിയ ലേറ്റ് ആയത്. ഫോണിലൂടെയുള്ള പരിചയമല്ലേ നമുക്കുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ ഞാനേ. ഇതിപ്പോ നേരിട്ട് കാണുമ്പോ സിനിമാ നടിയുടെ പോലെ ആളിരിക്കും. അതെന്തായാലും നന്നായി. ഒരുപാട് സന്തോഷം. ഓ ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ. അല്ല അപ്പൊ നമ്മളെങ്ങനെയാ പുറത്തേക്ക് പോകണം? ഇതേ ശിഥിൽ ബ്രോ, ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യാനായിട്ടുണ്ടല്ലോ. അതിന്റെ ആർക്കും നോക്കാൻ നേരില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഈ വീട് മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് വരും? ഇത് ശരിക്കും പറഞ്ഞ 3200 സ്ക്വയർ ഫീറ്റാ. മൈ ഗോഡ്, 3200 സ്ക്വയർ ഫീറ്റാണ്. ശിഥിൽ ബ്രോ, അപ്പൊ നമുക്ക് ഈ ലാൻഡ് എത്ര സെന്റ് വരും? ഇത് ശരിക്കും പറഞ്ഞ 35 സെന്റാ. 35 സെന്റിലുണ്ട്. റോഡ് സൈഡ്. അതെ, കണക്കിലല്ലാണ്ട് ഒരു 4 സെന്റ് വേറെ ഉണ്ട്. ആണോ? ഓ അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വേ സംസാരിക്കാം. ഓ ആയിക്കോട്ടെ. ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു. ആയിക്കോട്ടെ. ഈ ഇതിനൊന്നും ആവശ്യമില്ല, ഞാൻ വിളിച്ചോളൂ. കുഴപ്പമില്ല. അതൊരു സഹായാണ്. ഹലോ, സബ് രജിസ്ട്രാർ ഓഫീസ്.
ആ അത് ഓൺലൈനിൽ അപേക്ഷിച്ചാൽ മതി കേട്ടോ. ആ ഓൺലൈനിൽ മതി, നേരിട്ട് വരണമെന്നില്ല. ശരി ശരി. നമസ്കാരം. ഇരിക്കും. എന്തായാലും ഇരിക്കും. കസേര 2 ഉള്ളു. കുഴപ്പമില്ല. ശീതൽ ബ്രോ ഇരിക്കണോ? എന്തായിരുന്നു കാര്യം പറയും. സാറേ, ഞാനേ, എന്റെ പേര് ശീതളെന്നാണ്. മോനെ എന്റെ സ്വത്തൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഹോ, മകന്റെ പേരിലേക്ക് ഞങ്ങളുടെ പേരിലുള്ള സ്വത്ത് മകൻ എഴുതി കൊടുത്തിട്ടുണ്ടായി. മകൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ ശരി ശരി. അപ്പോ പ്രായമായി വരികയാണല്ലോ. അരിമോന? അല്ല, ഞാനേ. ഓ ആ നമ്മൾ പ്രായമായോണ്ടല്ല മോനെ എഴുതി കൊടുത്തത്. അതെ, വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മക്കള് സംരക്ഷിച്ചില്ലെങ്കിൽ അതൊരു വിഷമാവില്ലേ എന്നുള്ളൊരു തോന്നല് ഇപ്പൊ കൊടുത്തതിന് ശേഷം. അപ്പൊ അവരുടെ ഇനി അങ്ങനെയൊക്കെ പല കഥയും കേൾക്കണോ. ഓഹോ. അപ്പോ ഈ സ്വത്തൊക്കെ കാലശേഷം മക്കൾക്ക് കൊടുത്താൽ മതി. ചിലപ്പോ അവര് സംരക്ഷിച്ചില്ലെങ്കിലേ അതൊരു വിഷമായി തീരില്ലേ. ആ ഇപ്പൊ അങ്ങനെ ഒരു നിയമമുണ്ട്. എനിക്ക് എന്നെ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു നിയമമുണ്ട് എന്നുള്ളത് ഇപ്പഴാ അറിഞ്ഞത്. എന്തിപ്പോ അങ്ങനെ പെട്ടെന്ന് തോന്നാൻ? മക്കള് നോക്കണില്ലേ? സാറേ, നിങ്ങളോടാണെങ്കിൽ പറയാലോ, മക്കള് പച്ചവെള്ളം കൊടുക്കില്ല. അതാണ്. അല്ല, അങ്ങനല്ല, നോക്കണുണ്ട്. പക്ഷെ ഇനി കുറച്ചു കാലം കഴിയുമ്പോഴേ നോക്കിയില്ലെങ്കിലോ. ശരി ശരി. ആ പലയിടത്തും അങ്ങനെ വിഷയമുണ്ട്. നിങ്ങളാരാ? ഞാന് സുഹൃത്താണ്. അല്ല, എനിക്ക് സുഹൃത്തെന്ന് പറഞ്ഞാ നമ്മുടെ എന്റെ സ്വന്തമാണ്. എന്റെ ബാപ്പേനെ പോലെയാണ്. അപ്പൊ അയൽവക്കക്കാരാണ്. അതെ, ഞങ്ങൾ ഈ ഫേസ്ബുക്കിലെ അപ്പൊ ബന്ധുവാണ്. ആ മനസ്സിലായി. അപ്പൊ ഇവർക്കാണ് ഇപ്പൊ കൊടുക്കേണ്ടത്, അങ്ങനെയാണോ? അല്ല, തിരിച്ചെടുക്കാം. സാറിന്റെ പേരിലേക്ക് മാറ്റാം. എന്റെ പേരിലേക്ക് ആക്കി വെച്ചോളൂ, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. അതെ, ശീതളേട്ടൻ മകൻ എഴുതി കൊടുത്ത ആധാരം ഉണ്ടല്ലോ, അപ്പൊ എല്ലാത്തരം ആധാരവും നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റില്ല. അതിലെ ക്ലോസുകൾ നമുക്കൊന്ന് നോക്കേണ്ടി വരും. ആധാരം കൊണ്ടാണ്. അപ്പൊ ഈ ആധാരത്തിൽ നമുക്ക് നോക്കാം. അങ്ങനെയാണെ ഒരു അപേക്ഷ തന്നിട്ടേ നമുക്ക് അതിന്റെ പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ആധാരം എടുത്തുകൊണ്ടുവന്നതായി. ഇത് മോനോടുള്ള സ്നേഹവാത്സല്യം കൊണ്ടും മതിപ്പ് കൊണ്ടും കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ വാത്സല്യം ഇല്ലാതെയാ? ഇല്ല, നല്ല മതിപ്പുണ്ട്. പക്ഷെ ഇനി പറയുമ്പോഴേ ഇത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടാ. ഒരു പണിയെ, നിങ്ങളൊന്ന് പുറത്തോട്ടിരിക്കും, ഞാനിതൊന്ന് ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. അപ്പൊ വന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം കേട്ടാ. പെട്ടെന്നായാലേ ശരിയാക്കാം. പേരെന്താ പറഞ്ഞ? എന്റെ പേര് മൊയ്തു. ഇത് സുഹൃത്തുക്കളാണ്, ഫ്രണ്ട്സ് ആണ്. ദൂരത്തേക്ക് എത്തണ്ടാണേ. ഓ ശരിയാക്കാം. ഇരുന്നു വെയിറ്റ് എന്റെ കൊട എവിടെയാ? ജസ്റ്റിന്റെ കയ്യിലുണ്ട്. കുഴപ്പമില്ല, കൊട തന്നോളൂ, ഞാൻ കുത്തിപ്പിടിക്കാം. സാർ അത് സ്പീഡാക്കി. അവിടെ ഇരുന്നു. ഓക്കെ. മന്മൻ സാറേ, നിങ്ങളുടെ പ്രമാണം. കാരണവർക്ക് എവനെങ്ങനെ പരിചയം? അത് ഫേസ്ബുക്കില് ഞാൻ എന്തെങ്കിലും ഒരു ഫോട്ടോയോ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഇട്ട് അപ്പൊ തന്നെ ലൈക്ക് ചെയ്യും. അങ്ങനെ ഒരു സ്ഥിരം ചെയ്യാറുണ്ട്. ഞാൻ എന്ത് ഫോട്ടോ എടുത്താലും അപ്പ ലൈക്ക് ചെയ്യും. അതെനിക്ക് വലിയ ഇഷ്ടം അവരെ. അപ്പൊ അത് വേറെ ആരും ചെയ്യലില്ല. അങ്ങനെ സൗഹൃദം കൂടി. പിന്നെ ഇപ്പൊ ഇവർ രണ്ടാളും വീട്ടിലില്ലല്ലോ, ജോലിക്ക് പോവാണ്. അപ്പൊ ഞാൻ തനിച്ചാ. അപ്പൊ അതൊരു വലിയൊരു സൗഹൃദമായിട്ട് മാറി. അപ്പൊ അങ്ങനെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ അറിയുമ്പോ ഒരു സന്തോഷം. അതെ അതെ അതെ. അത് മുതലെടുത്ത് നീ ഇങ്ങനെ കാരണവരെ കൊണ്ട് അങ്ങനെ ചുറ്റി നടക്കുകയാണ് അല്ലേ? അല്ല, അങ്ങനെ അല്ല സാർ, ശീതൽ ബ്രോ പറഞ്ഞു. ശീതളേട്ടൻ
ശീതളേട്ടൻ ഊട്ടിയും കൊടൈക്കനാലൊക്കെ പോണതൊരു ആഗ്രഹം പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടി വന്നതാണ്. എന്നോട് ഇങ്ങനെ അയാളെ ഊട്ടി കൊടൈക്കനാൽ കൊണ്ടുപോകാൻ നിന്റെ വാപ്പയാണ്. എന്റെ വാപ്പ മരിച്ചു വരാം സാർ. എനിക്ക് അച്ഛനെ പോലെയാണ്. എനിക്ക് എന്ന് കാശ്മീർ പോകണമെന്ന് നീ കൊണ്ടുപോകോ? കൊണ്ടുപോടാ. അയാൾക്ക് കൊണ്ടുപോകാൻ ആരും ഇല്ല സാർ. അതുകൊണ്ടാണ് ഞാൻ. ആരുമില്ലാത്തവരൊക്കെ നീ കൊണ്ടുപോകോ? ഒരുപാട് അനാഥരുണ്ട് ഇവിടെ, പല സ്ഥലത്തും കിടപ്പുണ്ട്. അവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നീ കൊണ്ടു കറങ്ങും അവരെല്ലാം. എടാ ശീതളേട്ടൻ ആഗ്രഹം പറഞ്ഞപ്പോഴേ. പിന്നെ ഇദ്ദേഹം അനാഥനൊന്നുമല്ല, മോനായിരിക്കണം. എന്നാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ആ സബ് രജിസ്ട്രാർ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇവനെ അങ്ങ് പൊക്കി. എന്താ ചെയ്തതെന്ന് അറിയാമോ? അച്ഛൻ നിങ്ങളുടെ പേരിൽ എഴുതി തന്ന പ്രമാണം തിരിച്ച് അച്ഛൻ്റെ പേരിലേക്ക് എഴുതാനായിട്ടാണ് പോയത്. അത് കഴിഞ്ഞ ഇവന് കൊണ്ടുപോയിട്ട് കറങ്ങിയിട്ട് എവിടെയെങ്കിലും കൊന്നു കൊക്കയിലെല്ലാം എറിഞ്ഞ ഈ സ്വത്തും പണമെല്ലാം അടിച്ചെടുക്കാമല്ലോ. ഏയ് സാർ, അങ്ങനെ ഇവൻ ആരാന്നറിയാമോ? കാപ്പ നിയമപ്രകാരം നാട് കടത്തിയ പ്രതിയാ. പിന്നെ ഈ കൂടെ നിൽക്കണവള്, അവള് ആണുങ്ങളെ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന മെയിൻ ആളാ. രണ്ട് കേസ് പെടുത്തിയാനെ. എന്തായാലും ഭാഗ്യമുണ്ട്. ഫോണും മേടിച്ചു കൊടുത്ത് നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണ സുഹൃത്തെ? സാറേ, അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബോറടിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചു കൊടുത്തതാണ്. അല്ലെങ്കിൽ അത് ചെയ്യില്ല. ഇപ്പൊ ഇത്രയും വലിയ ഗുലുമാലാവുന്ന നമ്മൾ അറിയില്ലല്ലോ. അതെ, കൊച്ചു പിള്ളേർക്കും ഇതുപോലുള്ള കാരണന്മാർക്കും ഒക്കെ ഫോൺ മേടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ്. അതിനകത്ത് ഒരുപാട് ടെക്നോളജി വളർന്നതാണ്, ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട്. എന്തിലെങ്കിലൊക്കെ ഒന്ന് ഞെക്കെ പിടിക്കുക ചെയ്ത് അത് എവിടെയെങ്കിലും നാളെ കണ്ടില്ലേ ഇതുപോലുള്ള കൂട്ടുകെട്ടിൽ ചെന്ന് പെടും. സാർ, ഞങ്ങളോട്ട് പോകട്ടെ സാർ. പോവാം. ഒറ്റയ്ക്ക് പോകണ്ട. ഇവിടുന്ന് പോലീസും ജീപ്പും എല്ലാം വരും. അങ്ങനെ അങ്ങ് പോവാം. വാടാ, നമുക്ക് നടക്കണേ കൂടെ. നമുക്ക് പോടാ. പിന്നെ ഈ പഠിപ്പും വിവരവും വിദ്യാഭ്യാസമുള്ള നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ഒരാളിന് ഫോൺ മേടിച്ചു കൊടുക്കുന്നത് നല്ല തന്നെയാണ്. പക്ഷെ അത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ അക്കൗണ്ടിൽ കിടക്കണ കാശ് പോവും, സ്വത്തും പണവും ജീവൻ വരെ പോയേനെ. ഒറ്റ ടച്ച് മതി ഒരാളുടെ ജീവിതം ഇല്ലാതാകാൻ.